ശബരിമല സ്വർണ്ണപ്പാളി മോഷണ കേസിൽ റിമാൻഡിൽ കഴിയുന്ന മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാറിന് വേണ്ടി SIT നാളെ കസ്റ്റഡി അപേക്ഷ നൽകും. കൊല്ലം വിജിലൻസ് കോടതിയിലാകും കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കുക. പത്മകുമാറിനെയും N വാസുവിനെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാനാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നീക്കം. അതേസമയം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും പത്മകുമാറിന്റെയും സാമ്പത്തിക ഇടപാടുകൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധനകൾ SIT തുടരുകയാണ്. കേസുമായി ബന്ധപ്പെട്ട് 2019 ദേവസ്വം ബോർഡ് അംഗങ്ങളുടെ മൊഴിയും രേഖപ്പെടുത്തിയേക്കുമെന്നാണ് വിവരം. ശബരിമലയിൽ കഴിഞ്ഞ ദിവസം ദർശനം നടത്തിയത് 83,000 പേർ. ഇന്ന് ഞായറാഴ്ചയായിട്ടും വൻ തിരക്കില്ല. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഭക്തരാണ് അധികവും എത്തുന്നത്. കൂടുതൽ വിവരങ്ങളുമായി VV വിനോദ് ചേരുന്നുണ്ട്. വിനോദ്, ഇന്ന് വലിയ തിരക്കൊന്നുമില്ലാത്ത സാഹചര്യമാണല്ലോ. അങ്ങനെയാണെങ്കിൽ ഇന്നലെ നടന്ന അവലോകന യോഗത്തിൽ ഒരു തീരുമാനമെടുത്തിരുന്നു. സ്പോട്ട് ബുക്കിംഗിന്റെ എണ്ണം വർദ്ധിപ്പിക്കാം, തിരക്കുകളൊക്കെ പരിഗണിച്ച് എന്നൊക്കെയുള്ള തീരുമാനമുണ്ടായിരുന്നു. ഇന്ന് സ്പോട്ട് ബുക്കിംഗിലെ എണ്ണം വർദ്ധിപ്പിച്ചിട്ടുണ്ടോ? അനുശ്രീ, ഇന്ന് ഞായറാഴ്ചയായിട്ടും വലിയ തിരക്ക് അനുഭവപ്പെടുന്നില്ല. തിരക്ക് നിയന്ത്രണ വിധേയമാണ്. എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല യാത്രയാണ്. തിരക്കൊന്നും ഉണ്ടായില്ല. നല്ല സൗകര്യങ്ങളാണ് തോന്നുന്നത്. എത്ര സമയം എടുത്ത് പമ്പയിൽ? ഞങ്ങൾക്ക് 1 മണിക്കൂർ അത്ര പമ്പയിലും നിലയ്ക്കലും തിരക്കുണ്ട്? തിരക്കില്ല. ഇപ്പം നല്ല സൗകര്യമാണ്. ആദ്യത്തെ ദിവസങ്ങളിൽ ഇവിടെ തിരക്കുണ്ടെന്നുള്ള വാർത്ത വന്നതിന് ശേഷം കുറച്ച് പേര് ഇങ്ങോട്ട് വരാൻ മടിക്കുന്നുണ്ട്. ഇപ്പൊ തിരക്ക് കുറഞ്ഞതുകൊണ്ട് ഞങ്ങൾക്ക് സൗകര്യമായിട്ട് കയറി പോരാൻ പറ്റി. ഞങ്ങൾ ചാലക്കുടി നിന്ന്. എത്ര പേരുണ്ടായിരുന്നു? ഞങ്ങള് 4 ആള്. എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമുണ്ടായി. ഇവിടെ തിരക്ക്. പിന്നെ ഈ വരുന്ന വഴിയില് ഭക്ഷണമൊക്കെ, ബിസ്ക്കറ്റ്, അതൊക്കെ കിട്ടുന്നുണ്ട്. വെള്ളമൊക്കെ ഉണ്ട്. പോലീസിന്റെ സഹായമുണ്ട്. സഹായം കുഴപ്പമൊന്നുമില്ല. വളരെ സുഖമായിട്ടുള്ള അനുശ്രീ, അങ്ങനെ തന്നെയാണ്. കാരണം നമുക്ക് ഈ തിരക്ക് സാധാരണ ഈ ക്യൂ കോംപ്ലക്സിൽ ഇത്രയും തിരക്ക് വരുന്നതാണ്. പക്ഷെ താഴ്ന്ന് കയറി വരുമ്പോഴത്തേക്കും അങ്ങനെ വലിയ തിരക്ക് അനുഭവപ്പെടുന്നില്ല. ബുദ്ധിമുട്ടില്ലാതെ ദർശനം നടക്കുന്നു എന്ന് തന്നെയാണ് അയ്യപ്പ ഭക്തർ പറയുന്നത്. കഴിഞ്ഞ ദിവസം മന്ത്രിയുടെ അധ്യക്ഷതയിൽ പമ്പയിൽ അവലോകന യോഗം ചേർന്നിരുന്നു. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യമായി നമുക്ക് പറയാൻ കഴിയുന്നത് ഈ സ്പോട്ട് ബുക്കിംഗുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അത് കഴിഞ്ഞ ദിവസവും 9,000 പേരെ കടത്തിവിട്ടു. ആദ്യം ഹൈക്കോടതിയുടെ ഒരു ഉത്തരവുണ്ടായിരുന്നു. ഈ ജനത്തിരക്കുണ്ടായ ആ സംഭവത്തിന് പിന്നാലെ ഹൈക്കോടതി 5,000 നിജപ്പെടുത്തിയെങ്കിലും പിന്നീട് കാര്യങ്ങൾക്ക് കൂടുതൽ ക്രമീകരണം വന്നതോടെ ഹൈക്കോടതി തന്നെ ആ ഉത്തരവിൽ ഇളവ് വരുത്തി. ഓരോ ദിവസവുമുള്ള രീതി അനുസരിച്ച്, അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു തിരക്കനുസരിച്ച് ആളുകളെ കടത്തിവിടുന്നതിന് ദേവസ്വം ബോർഡിന് തീരുമാനമെടുക്കാം. അതിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം 9,000 പേരെ വരെ കടത്തിവിട്ടത്. അങ്ങനെ കടത്തിവിടാൻ കഴിയുന്ന എണ്ണം 20,000 വരെയാണ്. നേരത്തെ തന്നെ ദേവസ്വം ബോർഡ് തീരുമാനിച്ചിട്ടുള്ളതാണ്. 70,000 പേർ സ്പോട്ട് ബുക്കിംഗും അതോടൊപ്പം 70,000 പേർ വിർച്വൽ ക്യൂവും 20,000 പേർ സ്പോട്ട് ബുക്കിംഗും. ഈ വിർച്വൽ ക്യൂവിന്റെ ഒരു കാര്യം പരിശോധിച്ചാൽ കഴിഞ്ഞ ദിവസവും ബുക്ക് ചെയ്തതിൽ 24,000-ഓളം പേർ എത്തിയില്ല എന്നതാണ്. ഈ ഓരോ ദിവസവും ബുക്ക് ചെയ്യുകയും ആ ദിവസങ്ങളിൽ വിർച്വൽ ക്യൂ ബുക്ക് ചെയ്ത ആളുകൾ വരാതിരിക്കുകയും ചെയ്യുന്ന ഒരു സംഗതിയുണ്ട്. പക്ഷേ അത് ബാലൻസ് ചെയ്യുന്ന, അല്ലെങ്കിൽ ആ എണ്ണം തികയുന്നത് നേരത്തെ ഡേറ്റ് മാറി വരുന്ന ആളുകളുണ്ട്. പിന്നീടുള്ള ദിവസങ്ങളിൽ ബുക്ക് ചെയ്തിട്ട് നേരത്തെ ഉള്ള തീയതികളിൽ എത്തുന്ന ഭക്തരുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിർച്വൽ ക്യൂ ബുക്ക് ചെയ്ത ആളുകൾ വരാതിരിക്കുന്നത് കൊണ്ട് തത്വത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു കുറവുണ്ടാകുന്നില്ല. ഏതാണ്ട് അതിനടുത്ത ആളുകൾ തീയതി മുൻകൂട്ടി എത്തുന്നു എന്ന ഒരു കാര്യം കൂടിയുണ്ട്. അത് പക്ഷേ ഒരു പ്രതിസന്ധിയാവുന്നത് ഈ വിർച്വൽ ക്യൂ രജിസ്റ്റർ ചെയ്ത ആളുകൾ വലിയ തോതിൽ ഇവിടേക്ക് എത്തുകയും തീയതി മാറി വരുന്ന ആളുകൾ കൂട്ടത്തോടെ എത്തുകയും സ്പോട്ട് ബുക്കിംഗിന്റെ എണ്ണം കൂടുകയും ചെയ്യുന്ന തരത്തിൽ ഒരു ദിവസമുണ്ടായാൽ വലിയ തിരക്കുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ അന്ന് ഈ നിയന്ത്രണങ്ങൾ കൂടുതൽ കടുപ്പിക്കേണ്ടി വരും. ഒരുപക്ഷെ മണിക്കൂറുകൾ ഭക്തർ നിലയ്ക്കലും അതിനുശേഷം പമ്പയിലുമൊക്കെ കാത്തിരിക്കേണ്ട സാഹചര്യം ഉണ്ടാകും. പക്ഷെ അതൊന്നും ഈ സമയത്തല്ല. മണ്ഡലകാലമൊക്കെ ഏറെക്കുറെ കഴിഞ്ഞ് പിന്നീട് മകരവിളക്കിന്റെ അവസാന സമയത്തൊക്കെയാണ് ആ തരത്തിൽ ഭക്തർ ഇവിടേക്ക് അങ്ങനെ കൂട്ടത്തോടെ എത്തുക. ഇപ്പോൾ ഏതായിരുന്നാലും സ്ഥിതി നിയന്ത്രണ വിധേയമാണ്. കഴിഞ്ഞ ദിവസത്തെ അവലോകന യോഗത്തിലെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം തന്നെ ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർ, സ്പെഷ്യൽ ഓഫീസർ, പോലീസ് ചീഫ് കോർഡിനേറ്റർ, ഇങ്ങനെ ഈ 3 പേരും ഓരോ ദിവസവും അവർ അവലോകനം നടത്തണം. എന്നിട്ട് ഓരോ ദിവസവും സ്പോട്ട് ബുക്കിംഗിന് എത്ര പേരെ കയറ്റിവിടാം ആ ഒരു കാര്യത്തിൽ തീരുമാനമെടുക്കണം. അങ്ങനെ ഓരോ ദിവസത്തെയും എണ്ണം നിശ്ചയിക്കണമെന്നാണ് കഴിഞ്ഞ ദിവസത്തെ അവലോകന യോഗത്തിൽ തീരുമാനമുണ്ടായത്. 400 താൽക്കാലിക ജീവനക്കാരെ അടിയന്തരമായി നിയമിക്കാൻ തീരുമാനിച്ചിരുന്നു. അത് ഇന്നും നാളെയുമായിട്ടൊക്കെ ആ നിയമനങ്ങൾ നടക്കും. പിന്നെ മറ്റൊന്ന് ദേവസ്വം മരാമത്തിന്റെ പ്രവൃത്തികളാണ്. പല സ്ഥലങ്ങളിലും ദേവസ്വം മരാമത്തിന്റെ പ്രവൃത്തികൾ പൂർണ്ണമായിട്ടില്ല. ഈ പ്രവൃത്തികൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ പൂർത്തിയാക്കാനും കഴിഞ്ഞ ദിവസത്തെ യോഗത്തിൽ തീരുമാനമായിരുന്നു. ഇനി അടുത്ത് വീണ്ടും യോഗം ചേരും. ഇപ്പോൾ എടുത്ത തീരുമാനങ്ങൾ എത്രമാത്രം നടപ്പായി എന്നത് പരിശോധിക്കാനാണ് അടുത്ത യോഗം ചേരുക.
വരിക. വിനോദ്, അത് തന്നെയാണ് കഴിഞ്ഞ ദിവസത്തെ അവലോകന യോഗത്തിൽ എല്ലാ ദിവസവും ഒരു സംയുക്ത യോഗം ചേരണം എന്നൊരു തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ എന്തായിരിക്കും പ്രധാനമായും ചർച്ചാ വിഷയമാകുന്ന കാര്യങ്ങൾ? അനുശ്രീ, ഇത് തന്നെയാണ്. ഈ സ്പോട്ട് ബുക്കിംഗ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി ഇന്നലത്തെ അജണ്ടയിൽ ഉയർന്നു വന്നത്. ഹൈക്കോടതി ഇളവ് വരുത്തിയതോടുകൂടി സ്പോട്ട് ബുക്കിംഗ്, അതായത് ഓരോ ദിവസവും നേരിട്ടെത്തി ബുക്ക് ചെയ്യുന്ന ഭക്തരെ എത്രമാത്രം ഭക്തരെ കയറ്റിവിടാം എന്ന കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കണം. അതിന് ആ തീരുമാനം എങ്ങനെ കൈക്കൊള്ളും എന്നതിനാണ് ഒരു 3 അംഗ സമിതിയെ നിയോഗിച്ചത്. അവർ ഓരോ ദിവസവും ഈ വിലയിരുത്തൽ നടത്തണം. കൂടിയാലോചന നടത്തിയ ശേഷം മാത്രമായിരിക്കണം സ്പോട്ട് ബുക്കിംഗിലൂടെ കയറ്റിവിടുന്ന തീർത്ഥാടകരുടെ എണ്ണം നിശ്ചയിക്കേണ്ടത്. അത് രാവിലെ തന്നെ അതിന്റെ ഒരു ധാരണ കിട്ടും. പിന്നീടുള്ള മണിക്കൂറുകളിലും അതനുസരിച്ച് ഭക്തരെ കയറ്റിവിടാം. വിർച്വൽ ക്യൂ വഴി എത്തുന്ന ഭക്തരുടെ എണ്ണം ഈ ഓരോ വിർച്വൽ ക്യൂവിനും നൽകിയിട്ടുള്ള സമയമുണ്ട്. ആ സമയത്ത് വിർച്വൽ ക്യൂ ബുക്ക് ചെയ്തിട്ടുള്ള ഭക്തർ എത്തുന്നുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കും. അങ്ങനെ എത്തിയിട്ടില്ലെങ്കിൽ അതിന് തുല്യമായി ഈ തീയതി മാറി വരുന്ന ഭക്തരുണ്ട്, അവരെയും സ്പോട്ട് ബുക്കിംഗിലൂടെ വരുന്ന ഭക്തരുമുണ്ട്, അവരെയും കയറ്റിവിടും. അങ്ങനെയാണെങ്കിൽ ഈ എത്താത്ത ഭക്തരുടെ എണ്ണത്തിൽ ഉള്ള കുറവ് ഇങ്ങനെയുള്ള ഭക്തരെ കയറ്റിവിട്ട് അത് നികത്തും. ആ തരത്തിൽ വന്നു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ മനസ്സിലാകുന്നത് ഒരു മണിക്കൂറിൽ ഏതാണ്ട് 3250 ഭക്തരെ വീതം ശരാശരി, അതാണ് അതിന്റെ ഒരു കണക്ക്. ഓരോ മണിക്കൂറിൽ 3250 ഭക്തർ എന്ന നിലയ്ക്ക് കയറുന്നുണ്ട്. മുൻപ് ഇവിടെ ഡ്യൂട്ടി ചെയ്തിട്ടുള്ള ഉദ്യോഗസ്ഥർ പറയുന്നത് ഇത് 4000 ഭക്തരെ വരെ ഒരു മണിക്കൂറിൽ കയറ്റിവിടാൻ കഴിയും. അതിനൊരു വേഗത കൈവരിക്കണം. 18ാം പടിയിൽ ആളെ കയറ്റുന്നത് മുതൽ താഴെ നിന്നുള്ള ഈ ആളുകളുടെ തിരക്ക് നിയന്ത്രിക്കുന്നത് ഉൾപ്പെടെയുള്ള അത് ക്രൗഡ് മാനേജ്മെന്റ് വളരെ കാര്യക്ഷമമായി നടത്തിയാൽ 4000 പേരെ വരെ ഒരു മണിക്കൂറിൽ പരമാവധി ഒരു 3800 പേരെയെങ്കിലും കടത്തിവിടാൻ കഴിയും. അങ്ങനെയെങ്കിൽ കഴിഞ്ഞ ദിവസം 83,000-ഓളം പേരാണ് ദർശനം നടത്തിയത്. അതുപോലെ തന്നെ ഇന്ന് വലിയ തരത്തിലുള്ള തിരക്കുകളൊന്നുമില്ല എന്നുള്ള വിവരങ്ങളൊക്കെയാണ് പുറത്തുവരുന്നത്. വിനോദാണ് കൂടുതൽ വിവരങ്ങൾ തന്നത്.